മലപ്പുറത്ത് വീട്ടിലെ 5ാം പ്രസവത്തിനിടെ രക്തം വാർന്ന് 35കാരി മരിച്ചതിൽ നടുങ്ങി കേരളം. പെരുമ്പാവൂർ സ്വദേശിനി അസ്മയുടെ മരണത്തിൽ ഭർത്താവ് സിറാജുദ്ദീന്റെ ക്രൂരത തുറന്നു പറഞ്ഞ യുവതിയുടെ ബന്ധുക്കളും നാട്ടുകാരും രംഗത്ത് വന്നു. എന്താണ്ടായത്? പ്രസവം കഴിഞ്ഞു, പ്രസവം എടുത്ത ആ ഒരു ഉമ്മച്ചി ചായയും കുടിച്ച് തിരിച്ചു പോയി. അതിനുശേഷം ചെറിയൊരു ശ്വാസതടസ്സം മൂലമാണ് മരണപ്പെട്ടത് എന്നുള്ളതാണ് സിദ്ദീഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞത് അല്ലെ. പക്ഷെ ഇപ്പൊ അറിയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രക്തം വാർന്നുകൊണ്ട് മരിച്ചു എന്നുള്ളതാണ്. ഈ വാർത്ത കാണുന്ന, ഈ ന്യൂസ് കാണുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ പ്രസവം ഒന്നും സ്വന്തം റിസ്കിൽ വീട്ടിലെടുക്കരുത്. അത് പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് സംഘടനകളൊക്കെ ഉണ്ടാകാം. ആ വിഡ്ഢിത്തരങ്ങളിൽ പോയി പെടാതിരിക്കുക. ഇവർ 3 പ്രസവം വീട്ടിലാണ് പ്രസവിച്ചിട്ടുള്ളത്. 2 പേരെ മാത്രമാണ് ആശുപത്രിയിൽ. 3ാമത്തെ പ്രസവത്തിൽ അവർ മരിക്കുന്നു. ആ 3 തവണയും ഇവർക്ക് പ്രസവം വീട്ടിൽ നടത്താൻ ഒരു പ്രചോദനമായത് അവർ അക്യുപഞ്ചർ പഠിച്ച് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി എന്നുള്ളതാണ്. ആ ഒരു സ്ത്രീയാണ് അക്യുപഞ്ചർ പഠിച്ചിട്ടുള്ളത്. പലയിടങ്ങളിലും ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അക്യുപഞ്ചർ എന്ന് പറയുന്നത് ഒരു പെയിൻ റിലീഫിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. പല ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഇതിപ്പോ കണ്ടുപിടിക്കുന്നത് നമ്മൾ ചൈനയിലാണ്. ചൈനയിൽ ഈ ഒരു പ്രസവ സമയങ്ങളിൽ അവർ അക്യുപഞ്ചർ ചെയ്യുന്നത് ആ വേദന കുറയാൻ വേണ്ടിയാണ് എന്നാണ് അവർ പറയുന്നത്. കൃത്യമായി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചുകൊണ്ടാണ് അവർ എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. ആശുപത്രിയിലാണ് അവർ പ്രസവവും എടുക്കാറ്. ഇത് ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണം ആളുകൾ മുന്നോട്ട് പോവാൻ. കോഴിക്കോടുള്ള ഒരു ദമ്പതികൾക്ക് കുട്ടി ഉണ്ടാവുന്നു. ആ കുട്ടിക്ക് ജനന സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് കൊടുത്തില്ല. വീട്ടിൽ നിന്ന് പ്രസവിച്ചു. 2 പേരും അക്യുപഞ്ചർ പഠിച്ചത് കൊണ്ട് വീട്ടിൽ നിന്നും ആ ഒരു രീതിയിലുള്ള പ്രസവം അവരെടുത്തു എന്നുള്ളതാണ്. ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അത് ആദ്യം പറയാം. ഇനി നമുക്ക് ഇവരുടെ ബന്ധു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഒന്ന് കേട്ടു നോക്കാം. ഈ ഹോസ്പിറ്റലൈസ് ചെയ്യാതെ സീരിയസ് ആയപ്പോഴും മരണവെപ്രാളം കാണിച്ചപ്പോഴും ഈ സ്വന്തം കുട്ടിയോട് വെള്ളം വേണമെന്ന് പറഞ്ഞ് വെള്ളം കൊടുക്കുകയെല്ലാം ചെയ്ത സമയത്തും ഇത് മതിയായ ചികിത്സ കൊടുക്കാനോ ഒന്നും തയ്യാറാവാതെ ആ ചോരക്കുഞ്ഞിനെ ആ കൊച്ചിനെ പോലും ഹോസ്പിറ്റലിലേക്ക് ചെയ്യാതെ ആ കൊച്ചിനെയും കൂടെ കൂടിയിട്ടാണ് ഇവിടെ കിലോമീറ്ററോളം സഞ്ചരിച്ച് 3 മണിക്കൂറിന് മുകളിൽ ചട്ടിപ്പറമ്പിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് യാത്ര ചെയ്യാനുണ്ട്. ഈ യാത്രയിലൊക്കെ ആ ഒരു കുഞ്ഞിനെ ഒരു തുണിയിൽ പൊതിഞ്ഞ് വാഹനത്തിൽ വെച്ച് കൊണ്ടുപോയി എന്നുള്ളതാണ് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ കുഞ്ഞു പോലും മരിച്ചുപോയാൽ എന്താവും അവസ്ഥ? അവന്റെ മുഖം അടിച്ച് തിരിക്കാൻ ആളുകളില്ലാതെ പോയി. എന്തായാലും ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ അവന്റെ വീട്ടിൽ ചെന്നിട്ട് നല്ല രീതിയിൽ അടിക്കാനോ മർദ്ദിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. എന്നാൽ പോലും അവന്റെ നാക്കിൽ നിന്ന് തന്നെ അത് പുറത്തേക്ക് കൊണ്ടുവന്നുള്ളതാണ്. പേറ്റെടുക്കാൻ വേണ്ടി ഒരു ഉമ്മ വന്നിരുന്നു. അവർ പേറ്റെടുത്ത് തിരിച്ചുപോയി ശ്വാസം മുട്ടി മരിച്ചു. പക്ഷെ ഇപ്പോൾ ഇത് അറിയുന്നു, രക്തം വാർന്ന് മരിച്ചു എന്നുള്ളത്. നിങ്ങൾ വീട്ടിൽ നിന്നുള്ള പ്രസവമൊക്കെ വളരെ സിമ്പിളാണെന്നുള്ളത്, വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇങ്ങനെ ഒരു ബ്ലീഡിങ് വന്ന് എന്ത് ചെയ്യും? ആശുപത്രിയിലാണെങ്കിൽ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് രക്തം സംഘടിപ്പിക്കാനുള്ള സംവിധാനമുണ്ട്. ഓൾറെഡി ഇതാ നമ്മൾ ഒരു സ്ത്രീയെ, അല്ലെങ്കിൽ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയെ നമ്മൾ അവിടെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നമ്മളോട് പറയും ഈ ഗ്രൂപ്പിലുള്ള രക്തം കണ്ടെത്താൻ. നമ്മളത് കണ്ടെത്താറുണ്ട് അല്ലെ. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കും? എങ്ങനെ ഒരു ആവശ്യം വന്നാൽ എന്ത് ചെയ്യും? ഇതാണ് ബുദ്ധിയില്ല, വകതിരിവില്ല എന്ന് പറയുന്നത്. ഇയാളെ ഒരു മതപണ്ഡിതൻ എന്ന രീതിയിലൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഒരുപാട് മതപണ്ഡിതന്മാരും ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഒരു ബന്ധുവായിട്ട് ആ സ്ത്രീ പറയുന്നത് കേൾക്കാം. ഇതിപ്പോ മൊത്തം 5ാമത്തെ പ്രസവമാണ്. ആദ്യത്തെ 2 ആശുപത്രിയിൽ, ഇപ്പോഴത്തെ 3 വീട്ടില്. യസ്മയായിട്ട് ഫോണിൽ സംസാരിക്കായിരുന്നോ നിങ്ങൾ? ഫോണില് മെസ്സേജ് അയക്കലുണ്ട്, വിളിക്കല് കുറവാണ്. ഓക്കെ, അവരുടെ ഫാമിലിയിൽപ്പെട്ട ഒരാൾ പറയുന്ന വാക്കാണ് നിങ്ങൾ കേൾക്കുന്നത്. 2 പ്രസവം ആശുപത്രിയിൽ, ബാക്കി 3 അവർ വീട്ടിൽ നിന്ന് അത് ചെയ്യുന്നു എന്നുള്ളതാ. എന്തിന്റെ അടിസ്ഥാനത്തിൽ, എന്ത് ധൈര്യമാണ് അതിന് കിട്ടിയത് എന്ന് ഇവർ പറയുന്നുണ്ട്. എന്താ പറഞ്ഞു? അപ്പൊ ആശുപത്രി അക്യുപഞ്ചർ പഠിച്ചേ പിന്നെ ആശുപത്രി പോകാൻ ഒട്ടും കൂട്ടാക്കണുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയി കഴിഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പൊ അവസാന നിമിഷം ഇപ്പൊ നമ്മുടെ കയ്യിൽ നിൽക്കൂല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ആശുപത്രിയിൽ പോകുമല്ലോ. പകുതിരിവുള്ള ആളുകൾ അങ്ങനെ തന്നെയാണ് ചെയ്യുക. പക്ഷെ നമ്മളെ കൊണ്ട് കയ്യിൽ നിൽക്കില്ല എന്ന് തോന്നിയാൽ പോകുമെന്ന് പറയുമ്പോൾ, അതായത് കുട്ടി പകുതി വന്ന് നിൽക്കുന്നു പുറത്തേക്ക്, എന്നിട്ട് വയ്യ ആശുപത്രിയിൽ പോകാം എന്ന് ധരിച്ചു കഴിഞ്ഞ് നടക്കുമോ? ഈ പറയുന്ന ഫാമിലി, ഈ ചട്ടിപ്പറമ്പിലുള്ള അയൽപക്കത്തുള്ള ആളുകൾ പോലും പറഞ്ഞിട്ടില്ല പ്രഗ്നന്റ് ആണ് എന്ന്. പിന്നെ ആരെയാണ് സഹായത്തിന് വിളിക്കുക? പിന്നെ ഒരു സ്ത്രീ വന്ന് സഹായത്തിന് വന്ന് പ്രസവം എടുത്ത് അവർ സ്കൂട്ടായി. ബ്ലഡ് ഓവർ ബ്ലീഡിങ് ആണെന്നൊക്കെ പേറ്റെടുക്കുന്ന സ്ത്രീക്ക് മനസ്സിലാവും. കണ്ട, അവരത് മിണ്ടാതെ പോയെങ്കിൽ അവരും ഇതിൽ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് അക്യുപഞ്ചർ? ആദ്യം അക്യുപഞ്ചറിനെ കുറിച്ചിട്ടുള്ള ബോധം അവർക്ക് വേണ്ടേ? അക്യുപഞ്ചർ വേദന ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. അത് എനർജിയുമായി ബന്ധപ്പെടുത്തി കിടക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ ഏറ്റവും കോമഡി ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അക്യുപഞ്ചർ ഒന്നും നമ്മുടെ മെഡിക്കൽ സയൻസിന്റെ ഭാഗമായി വരുന്നതോ അതിന്റെ അംഗീകാരവും വേണ്ടാത്ത ഒരു കാര്യം എന്നുള്ളതാണ്. ഇപ്പൊ തമിഴ്നാട് ഹൈക്കോർട്ട് ഇതൊരു ചികിത്സാ രീതിയായിട്ട് നടത്തിക്കൊള്ളാനുള്ള പെർമിഷനും കൊടുത്തു എന്നുള്ളതാണ്. ദയവ് ചെയ്ത് എൻ്റെ പൊന്നു മക്കളെ, കുറെ ആളുകൾ ഈ വിഡ്ഢിത്തരത്തിൽ പോയി വീഴുന്നുണ്ട്. മരുന്ന് വേണ്ട എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട്
അക്യുപഞ്ചർ ചികിത്സാ രീതിയിലേക്ക് കടക്കുകയാണ്. എന്നാൽ അക്യുപഞ്ചർ ചികിത്സാ രീതി അത് പ്രോത്സാഹിപ്പിക്കുന്ന അതിന്റെ യഥാർത്ഥ ആളുകൾ തന്നെ പറയുന്നത് മോഡേൺ മെഡിസിന് പല അസുഖങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കേണ്ടി വരും, ഇത് എനർജിയുമായി ബന്ധപ്പെടുത്തി കിടക്കുന്ന ഒരു സംഭവമാണ് എന്നൊക്കെ അവർ പറഞ്ഞതാ. എന്തുകൊണ്ടാണ് കേരള സർക്കാർ ഇതിനൊന്നൊരു നടപടി എടുക്കാതെ, അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാർ എന്തുകൊണ്ട് ഇതിനൊരു നടപടി എടുക്കുന്നില്ല? അക്യുപഞ്ചർ എന്ന പേരും പറഞ്ഞ് മുക്കിലും മൂലയിലും ഓരോ ആളുകൾ ഇങ്ങനെ ഒരു ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ശാസ്ത്രീയമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആളുകൾ ഇത് പിന്നാലെ നടക്കുന്നത്. ചൈനയിൽ പോലും പ്രസവം എടുക്കുന്ന സമയത്തൊന്നും അക്യുപഞ്ചർ അല്ല ഉപയോഗിക്കുന്നത്. അതുവരെ അവർക്ക് പെയിൻ റിലീഫിന് വേണ്ടിയിട്ട് സുഖപ്രസവത്തിന് എന്നൊക്കെ അവർ പറയുന്നു, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതിനൊക്കെ വേണ്ടി അക്യുപഞ്ചർ ഉപയോഗിക്കുന്നു. പക്ഷേ പ്രസവം നടക്കുന്നത് ആശുപത്രിയിലാണ്. ഇവിടെ പല മണ്ടന്മാരും ആ ഒരു കുഞ്ഞിൻ്റെയും അമ്മയുടെയും ലൈഫിനൊന്നും ഒരു വില പോലും കൊടുക്കാതെ വീട്ടിൽ നിന്നും അത് ചെയ്യുന്നു എന്നുള്ളതാണ്. സിറാജിനും അറിയാം, കുറച്ചൊക്കെ അറിയാം അക്യുപഞ്ചറിന്റെ. അസ്മ പഠിച്ചിട്ടുണ്ട്, അതിന് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളതാണ് അസ്മാക്ക്. അപ്പൊ രണ്ടുപേരും ചേർന്നുകൊണ്ട് അക്യുപഞ്ചർ പഠിച്ച ധൈര്യത്തിലാണ് വീട്ടിൽ 3 പ്രസവം എടുക്കുന്ന 3ാമത്തെ പ്രസവത്തിൽ മരണപ്പെടുന്നത്. അവനെ നാട്ടുകാർ ശരിക്കും നല്ല പെടപടച്ച് വിടേണ്ടതായിരുന്നു. പക്ഷെ അവര് നിയമം കയ്യിലെടുത്തില്ല, ചോദ്യങ്ങൾ ചോദിച്ചു വിട്ടു എന്നുള്ളതാണ്. മുമ്പ് വീട്ടിലെ പ്രസവത്തില് വേറെ ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല? അതൊന്നും ഉണ്ടായിട്ട് കേട്ടിട്ടില്ല, കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോഴും നമ്മൾ പറയും ഇങ്ങനെ ഏജ് കൂടിയാണല്ലോ തന്നെ, അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയാലോ എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയലുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു അക്യുപഞ്ചർ പഠിച്ചതിന്റെ ആ ഒരു ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാർക്ക്. പിന്നെ അവസാന നിമിഷം ഇങ്ങനെ കയ്യിൽ നിന്ന് പോയപ്പോ അത് തീർച്ചയായിട്ടും ആശുപത്രി കൊണ്ടുപോകണ്ടായിരുന്നു. കയ്യിൽ നിന്ന് പോയിട്ട് ആശുപത്രി കൊടുത്തിട്ട് കാര്യമില്ല. ആ സ്ത്രീ പ്രസവത്തിന് ആ സമയത്ത് തന്നെ മരണപ്പെട്ടിട്ടുണ്ടാവും. അത്ര അധികം ബ്ലീഡിങ് സംഭവിച്ചിട്ടുണ്ടല്ലോ. ബ്ലീഡിങ് കാരണമാണ് മരണപ്പെട്ടത് എന്നാണല്ലോ ഇപ്പൊ പറയുന്നത്. തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് അവർക്ക് അഡീഷണൽ മെഡിക്കൽ സഹായം വേണ്ടി വന്നിരുന്നു. എന്നാൽ ആ നാറി അതിനൊന്നും തയ്യാറായില്ല. ഇവർ മരിച്ചു എന്ന് കൺഫേം ആയതിനു ശേഷം ആ മരണപ്പെട്ട സ്ത്രീയെയും അമ്മ പിഞ്ചു കുഞ്ഞിനെയും കാറിൽ ഇട്ടുകൊണ്ട് നേരെ പെരുമ്പാവൂരിലേക്കാണ് പോയിട്ടുള്ളത്. ഇവനൊക്കെ എന്താ പറയാ, ജനിച്ചു വീണ ആ ഒരു കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയോ അല്ലേ, ആ ഒരു കുഞ്ഞും കൂടി മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? ഇതാണ് ബോധവും വെള്ളിയാഴ്ച ഇല്ല എന്നൊക്കെ ചില ആളുകൾ പറയല്ലോ, ആ ഒരു സാധനം തന്നെ. മരണം അറിഞ്ഞാണ് ഞങ്ങൾ വന്നത്, അല്ലാതെ വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്കറിയില്ലല്ലോ. ഞാനിപ്പോൾ കേട്ടറിവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവം കഴിഞ്ഞു വിളിച്ച് പറയാണ് ഇങ്ങനെ അസ്മ പ്രസവിച്ചു, ആൺകുട്ടിയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി പറയാണ് അസ്മ മരണപ്പെട്ടു എന്നും പറയാണ്. ഇത് കേട്ടറിവാണ്, എപ്പോഴാണെന്നുള്ളത് കൃത്യമായിട്ട് സമയം അറിയില്ല. ഇപ്പൊ മാതൃഭൂമി ന്യൂസിൽ ഞാനൊരു കാര്യം കണ്ടു. 525 പ്രസവത്തോളം വീടുകളിൽ നിന്നും മലപ്പുറം ജില്ലയിൽ മാത്രം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. വലിയ രീതിയിൽ ഇതിനെ പ്രോത്സാഹനം നടത്തുന്നു എന്ന കാര്യങ്ങളൊക്കെ ന്യൂസുകളിലൂടെയാണ് അറിയുന്നത്. ആശുപത്രിയിൽ പോവാതെ വീട്ടിൽ നിന്നും പ്രസവിക്കുക, അങ്ങനെ വീട്ടിൽ നിന്ന് പ്രസവിച്ച ആളുകൾക്ക് ഒരു അവാർഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ള വീഡിയോസും ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ കാണുന്നു. ഒരു പ്രസവം എടുക്കാൻ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ടേ കഴിയുള്ളൂ അല്ലേ? അത് കൃത്യമായിട്ട് അത് പഠിച്ച ഡോക്ടേഴ്സിനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. അത് അങ്ങനെ തന്നെ ആവും വേണം. അല്ലാത്ത പക്ഷം ഇങ്ങനെ വീട്ടിൽ നിന്നുള്ള മരണങ്ങളുടെ എണ്ണം കൂടും. പല ആളുകളും പറയും ആശുപത്രിയിൽ നിന്നും മരിക്കുന്നില്ലേ എന്നുള്ളത്. ആശുപത്രിയിൽ നിന്നും മരിക്കുന്നില്ലേ എന്ന ചോദ്യത്തിൽ തന്നെ അതിനുള്ള ഉത്തരവും കിടക്കുന്നുണ്ട്. ആശുപത്രിയിൽ ഇത്ര സംവിധാനങ്ങൾ ഉണ്ടായിട്ടും മരിക്കുന്നുണ്ട്. ഇപ്പം ബ്ലഡിന്റെ ആവശ്യം വരുമ്പോൾ ബ്ലഡ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ തൊട്ടടുത്തുണ്ട്, എന്നിട്ടും മരിക്കുന്നുണ്ട്. അവിടെ അത് സഹായങ്ങൾ ചെയ്യാൻ ആളുകളുണ്ട്. ഈ വീട്ടിൽ നിന്നുള്ള പ്രസവത്തിൽ ബ്ലഡിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് തേങ്ങാക്കൊലെടുത്ത് ചെയ്യും? ഇപ്പൊ ഈ സ്ത്രീ മരണപ്പെട്ടത് രക്തം വാർന്നിട്ടാണെന്നാണ് പറയുന്നത്. അയാൾ പറഞ്ഞത് ശ്വാസം കിട്ടാതെ ഇങ്ങനെ കിടന്നിരുന്നു എന്നുള്ളത്. ആ പ്രാണവേദനയെ കുറിച്ച് അറിയണമെങ്കിൽ ഇവന്റെ മേത്തല കമ്പിപ്പാരയും കെട്ടുകമ്പി ചുറ്റിയിട്ട് കുത്തി കയറ്റിയിട്ട് കാണിച്ചു കൊടുക്കേണ്ടി വരും. ഒരു പ്രസവ വേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര എല്ലുകൾ എത്രയോ നുറുങ്ങുന്നതിന്റെ വേദനയാണ് എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളത്. അത്ര വേദനയുള്ള ഒരു കാര്യത്തെയാണ് ഈ ഒരു രീതിയിലേക്ക് ആക്കുന്നത്. അത് ഭർത്താവിന് എന്താ, ആ പ്രസവം വരുന്ന വരെ അവനൊരു ടെൻഷനും സങ്കടമേ ഉണ്ടാവുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് വേദന മുഴുവൻ സഹിക്കുന്നത് ആ ഒരു കുട്ടിയാണ്, ആ ഒരു സ്ത്രീയാണ് മരണപ്പെട്ടിട്ടുള്ളത്. എത്രത്തോളം വേദന സഹിച്ചിട്ട് അവൻ മരിച്ചിട്ടുണ്ടാവുക? അതൊക്കെ മനസ്സിലാവണമെങ്കിൽ ആ രീതിയിൽ പോകണം. ഇപ്പൊ ഈ സൈനുദ്ദീനാണ് സിദ്ദിഖാണ് എന്ത് തേങ്ങാക്കൊല എന്നറിയില്ല, അയാളെ വിളിച്ചൊരു ഉസ്താദ് ഉപദേശിക്കുന്ന ഒരു വീഡിയോ കുറച്ച് മുമ്പ് ഇറങ്ങിയതാണ്, ഒന്ന് കേൾപ്പിച്ചു തരാം. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ കലാമില്ല, നിങ്ങൾ ഇഷ്ടം പോലെ കൂടുതൽ സുന്നത്ത് ജമാഅത്തിന് ബാധിക്കാവുന്നെങ്കിൽ നിങ്ങൾക്കെതിരെ ഞാൻ പേരെടുത്ത് തന്നെ പറയും. സിറാജുദ്ദീൻ ലത്തീഫ് എന്ന് പറഞ്ഞൊരു മോചാരുണ്ട്, അത് തൊഴാൻ പണിയൊന്നുമില്ല. അയാള് ഇങ്ങനെ നടന്നിട്ട് ഓരോ ആളുകൾക്ക് നിങ്ങളുടെ കറാമത്ത് കണ്ടുപിടിക്കാണ്. CM വലിയൊന്നും ആയിക്കൊണ്ടാണ് ഇവിടുത്തെ വലിയ സ്ഥാനവും പദവിയൊക്കെ ഉണ്ട്. അതിനിപ്പോൾ നിങ്ങളിങ്ങനെ നടന്നിട്ട് ഇങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോ ബഹുമാനിക്കുകയും ഓരോ ഇൽമിനെയും ഓരോ ദറജകളെയൊക്കെ ആദരിച്ച് സ്നേഹിച്ച് സിയാറത്ത് ചെയ്യുന്നവരും നമ്മൾ ഉസ്താമാർ കാണിച്ചു തന്ന വഴി പോകുന്നവരുമാണ്. അതുകൊണ്ട് ഈ പണിയൊന്നും നിങ്ങൾ ആരും ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ ഇഷ്ടംപോലെ ചെയ്തോളും. ഞാൻ എന്നെ കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ സാക്ഷി പറയാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ ഈ കാര്യത്തിൽ ഞാൻ കൈകാര്യം ചെയ്യും. കേട്ടില്ലേ?
ആളെ വിളിച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയൊക്കെ അത് നിർത്തുക, അതൊക്കെ ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്, മതത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, ഇത് ചെയ്യാതിരിക്കുക എന്നുള്ളത്. ഓരോ രീതിയിലുള്ള പ്രാർത്ഥനയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആളുകൾ ചികിത്സിക്കുന്ന ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെയായിട്ട് ഓൾറെഡി ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതൊന്നും അയാൾ വകവെക്കാതെ സ്വന്തം ഭാര്യ വീട്ടിൽ നിന്ന് 3 പ്രസവം എടുക്കുന്നു, 3ാമത്തെ പ്രസവത്തിൽ മരണപ്പെടുന്നു, യാതൊരു ഒരു ഉളുപ്പും ഇല്ലാതെ ഇരിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ല, അതേപോലെ തന്നെയാണ് അവിടെ ആളുകൾ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. അതായത് ആ കുട്ടിയെ എടുത്ത് പ്രസവം കഴിഞ്ഞു, ആ ഒരു വയറ്റാട്ടി എന്ന് പറയുന്ന ആ ഒരു ഉമ്മച്ചി വീട്ടിൽ നിന്ന് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വേദന കാരണം ശ്വാസം മുട്ടുന്നത് പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ തിരിച്ച് ആ ഉമ്മച്ചിയെ വിളിക്കുമ്പോഴത്തേനും ഇവള് മിണ്ടുന്നില്ല. അപ്പോൾ ചോദിക്കുന്നുണ്ട്, മരിച്ചു പോയണ്ടേ? അപ്പൊ ചിരിച്ചുകൊണ്ടാണ് അതിന് മറുപടി പറഞ്ഞത്. ആ ചിരിച്ചുകൊണ്ടുള്ള മറുപടിക്ക് അവന് കരഞ്ഞുകൊണ്ട് ജയിലിൽ കിടക്കാനുള്ള സംവിധാനങ്ങളാണ് ഇവിടുത്തെ ഭരണകൂടം ഒരുക്കേണ്ടത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൂടാതെ അക്കിപ്പഞ്ചർ ചികിത്സാ രീതിയെ കുറിച്ചിട്ട് ഒരു വലിയ പഠനം നടത്തുകയും മുക്കിലും മൂലയിലും ഇതിങ്ങനെ പൊക്കി കൊണ്ടുവരുന്നുണ്ട് ആളുകൾ. വീട്ടിൽ നിന്നുള്ള പ്രസവം എടുക്കുന്ന കൂടുതൽ ആളുകൾ അക്കിപ്പഞ്ചർ പഠിച്ചു എന്നുള്ള ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം നിയമവിരുദ്ധമാണ് എന്ന് പഠിപ്പിക്കുകയും വേണം. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുന്ന ഗർഭിണികൾക്ക് കൊടുക്കുന്ന ചികിത്സാ രീതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണവും നമ്മൾ കൊടുക്കണം. ഫ്രീ ആയിട്ട് നമ്മുടെ ആശുപത്രികളിൽ, അത് ഗവൺമെന്റ് ആശുപത്രികളിൽ പ്രസവിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. പണക്കാരായ ആളുകൾ പോലും വലിയ ആശുപത്രികളെ തേടാതെ, ഇപ്പോൾ എൻ്റെ അടുത്തുള്ള അമ്മയും കുഞ്ഞും എന്ന ആശുപത്രി പൊന്നാനിയിലാണ്, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ BMW ഓടി കാറുകളിലൂടെയൊക്കെയാണ് ആളുകൾ വരുന്നത്. അത്ര സുരക്ഷയുണ്ട് അവിടെ. അത്തരം സ്ഥലങ്ങളിലേക്ക് വരിക. ഗവൺമെന്റിന്റെ പാരിതോഷികം പോലും ഈ അവസരത്തിൽ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ എല്ലാ സംവിധാനങ്ങളും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അംഗനവാടിയിൽ നിന്നും നമുക്ക് ആവശ്യമായ പോഷകാഹാരങ്ങൾ ഗർഭിണികൾക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വീട്ടിനകത്ത് നിങ്ങൾ പ്രസവം പ്രോത്സാഹിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മരണത്തിന് നിങ്ങളെ കൊലക്കുറ്റത്തിന് തന്നെയാണ് ശിക്ഷിക്കേണ്ടത് എന്ന് മാത്രം പറയാണ്. ആരും ഈ ഒരു സാഹസത്തിന് മുതിരരുത്. ആരും എന്തും പറഞ്ഞുകൊട്ടെ, നിങ്ങൾ ആശുപത്രിയിൽ തന്നെ പോവുക, ഗവൺമെന്റ് ആശുപത്രിയിൽ പോവാം. എന്ത് പ്രശ്നമാണുള്ളത്? കുറച്ച് പൈസ ഇനിയിപ്പോൾ ഒരു 10,000 രൂപയുടെ ഉള്ളിൽ ഏറിയാൽ ചിലവാകും എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ. പക്ഷെ നിങ്ങൾ വലിയ വലിയ ആശുപത്രികളിൽ പോകുമ്പോഴാണ് ലക്ഷങ്ങൾ രൂപ ചിലവ് വരുന്നത് എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെയുള്ള ആളുകളെ അകറ്റി നിർത്തുന്ന ഒരു കാര്യം കൂടി നമ്മൾ ചെയ്താൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഇപ്പം മതപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഇതിനെ തോന്നിയിട്ടില്ല. പല ആളുകളും തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടാണ് ഇത്തരം വീട്ടുകളിൽ നിന്നുള്ള പ്രശ്നം നടത്തുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഏറ്റവും കൂടുതൽ മുസ്ലിം സഹോദരന്മാർ തന്നെയാണ് കമന്റ് ബോക്സുകളിൽ കമന്റ് ഇടുന്നത്. 1-2 സ്ത്രീകൾ മാത്രമാണ് എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് വീട്ടിൽ നിന്ന് പ്രസവിച്ചാൽ ഇപ്പം എന്താ കുഴപ്പമുള്ളത് എന്ന് ചോദിച്ചിട്ടുള്ളത്. ആ ഒരു ചോദ്യം നമുക്ക് തിരുത്താനും മാറ്റിക്കാനും അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും കഴിയാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിന് കൃത്യമായ ബോധവൽക്കരണം നടത്തേണ്ടത് മതപരമായിട്ടുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെ, സോഷ്യൽ രീതിയിലാണ് അങ്ങനെ, ഹെൽത്ത് പരമായിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ, മന്ത്രിമാരാണെങ്കിൽ അങ്ങനെ, MLA-മാരാണ് അങ്ങനെ. ആ ഒരു രീതിയിൽ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് ഇതിനൊരു മാറ്റം വരുത്തുക തന്നെ വേണം. അക്കിപ്പഞ്ചർ ചികിത്സാ രീതി എന്താണെന്നും അത് പ്രസവത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള ബോധവും മനുഷ്യരെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കാര്യം മാത്രം പറയുന്നു. പരമാവധി ഷെയർ ചെയ്യുക. ഇനിയും നമ്മൾ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാതിരിക്കട്ടെ, പക്ഷെ കേൾക്കും. കാരണം ബുദ്ധിയും വിവരവും വിവേകവും ഇല്ലാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഇഷ്ടം പോലെയുണ്ട്. ഓക്കെ, വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതിൽ സന്ദീപ് പോൾ സൈനിങ് ഓഫ്.